സാറേ, ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ് ജയിലറാ. വഴി മാറടോ. ചന്ദ്രൻപിള്ള, ഞാൻ ഡേവിഡാ. ഏത് ഡേവിഡ്? ആനി, ആ തലപൊട്ടി കുത്തിക്കെട്ടി കിടക്കുന്ന പെണ്ണിന്റെ വകയിലൊരാങ്ങളെ. എന്നതാ ഉണ്ടായി? ചുമ്മാ ചളിക്ക് താഴെ വീണതന്നോ അല്ലെ ആരെങ്കിലും തള്ളി താഴെ ഇട്ടതന്നോ? ഒന്ന് പറഞ്ഞേ, അറിയാനാ. ഓ, അത് പിന്നെ സ്ഥിരമല്ലയോ, അത് കാണാൻ വർക്കത്തുള്ള കൊച്ചല്ലയോ. അവളുമാര് മറ്റതാ, ആ ഉദ്ദേശത്തിൽ കയറി കൊച്ചിനെ വളഞ്ഞതാ. അത് സമ്മതിച്ചു കാണുകയില്ല. ആ കശപശയിലാ താഴെ വീണ് തല പൊളിഞ്ഞത്. അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ്. അതുകൊണ്ടാ ചളിക്ക് വീണെന്ന് പറഞ്ഞ അങ്ങ് തീർത്തത്. ഈ ടി വിക്കാരെ കൊണ്ട് വലിയ ശല്യമാന്നേ. അവന്മാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടെ ബ്രദറെ. എന്തിനാണ് ഡോർ ക്ലോസ് ചെയ്തു? ഡോർ തുറക്കൂ. വാട്ട് ഡു യു വാണ്ട്? സാറേ, സെഷൻസ് കോർട്ടിൽ ഡോക്ടർ ബെന്നി പോളിന്റെ കൊലപാതക കേസിലെ പ്രതി ആനി എന്ന പെൺകുട്ടിക്ക് വേണ്ടി നാളെ ഞാനൊരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. സാർ അത് അനുവദിച്ചു തരണം. തീരെ നിർവാഹമില്ലാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് ഞാൻ ഈ വരവ് വന്നത്. സാറും ഫാമിലിയൊക്കെ കാസർഗോട്ടുകാരായതുകൊണ്ട് പറയുവാ, ഈ കോട്ടയം നസ്രാണിക്കൊരു പ്രത്യേകത ഉണ്ട്. മുങ്ങിച്ചാവുമ്പോ കയറി പിടിച്ച കാലെ കൂടെ പൊങ്ങിയോ മേലെ വരും, അല്ലെങ്കിൽ പിടിച്ച കാലം കൊണ്ടങ്ങ് താഴും. 10 പൈസ ഞാൻ കൈക്കൂലി തരികയല്ല. അത് തെറ്റാ സാറേ. ഞാൻ സാറിനോടൊരു ഫേവർ ചോദിക്കുക. പട്ട് സാർ അത് ചെയ്യണം. ചെയ്യും. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. വരുത്തരുത്, റിക്വസ്റ്റാ. നിന്റെ അമ്മച്ചി കണകുണാന്ന് പറയും. അത് ഞാൻ മാനേജ് ചെയ്യാം. ഇയാൾ പോക്കോ. ധൈര്യമായിട്ട് അകത്തോട്ട് ചെല്ല്. നിന്റെ അപ്പച്ചന്റെ വീടാ. നിന്റെ ജീവൻ ആരോ വില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് താമസിപ്പിച്ചേ പറ്റൂ. സാറാ, മമ്മി, ആനി കുറച്ചുനാൾ ഇവിടെ കാണും എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ വീട്ടിൽ ആരെ താമസിപ്പിക്കണമെന്ന് എന്റെ കാലം കഴിയുമ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കുന്നേ. ഈ പെണ്ണുമ്പിള്ള കൊട്ടേഷൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞാന്നേ. ഇവൾക്കും കൂടി അവകാശമുള്ള വീടായത്. ഉവേ, അത് ഏത് വകുപ്പിലാന്നാവോ ഞാനറിയാത്ത ഒരു അവകാശം. ഇവൾ എന്റെ പപ്പയുടെ മോളാന്നുള്ള അവകാശം തന്നെ. എല്ലാവർക്കും അറിയാവുന്ന ആ സത്യം മമ്മി മാത്രം അംഗീകരിക്കാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനാ ഇവളെ വിളിച്ചോണ്ട് വന്നത്. അകത്തോട്ട് കയറ്റില്ലാന്ന് വാശിയാണെങ്കിൽ കൂടെ ഞാനും ഉറങ്ങും. വേണ്ടാടി, നീ ഇവിടെ തന്നെ നിന്നു. നിനക്കിഷ്ടമുള്ള ആരെയെന്ന് വെച്ച് ഇവിടെ പാർപ്പിച്ചോ. ഞാൻ പോയേക്കാം. അത് നന്നാവും. കൊച്ചമണി ആന്റി എവിടെയെങ്കിലും പോയി കുറച്ചു ദിവസം ധ്യാനത്തിൻ്റെ. പിള്ളേർ രണ്ടും കൂടെ ഇവിടെ മനസമാധാനത്തോടെ കഴിയട്ടെ. സാറാ, ഇതുപോലുള്ളവരെ വിളിച്ചോണ്ട് വന്ന് എന്റെ വീടിന്റെ നടയിൽ നിന്ന് എന്നോട് വേണ്ടാതിനം പറയിക്കുന്നത് എനിക്ക് നല്ലതിനല്ല. അമ്മച്ചി, ഞാനൊരു വേണ്ടാതിനോ പറഞ്ഞില്ലേ, നിങ്ങളായിട്ട് പറയിപ്പിക്കായിരുന്നാ മതി. സാറാ, എന്ത് വേണം? ഒരായുസ് മുഴുവൻ ഇവിടെ താമസിപ്പിക്കാൻ എന്റെ വീടല്ല, വീടുകളുണ്ട് കോട്ടയന്റെ മണി. ഡേവിഡ് പോയിക്കോ. ഇവൾ എന്റെ കൂടെ തന്നെ കാണും. ഇനി മമ്മി ഇറക്കി വിടുകയാണെ ഞാൻ വിളിച്ചു പറയാം. 2 സാക്ഷികളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലോട്ട് വരണം. അവിടെ വെച്ച് നമ്മുടെ കെട്ട് നടത്തി നമുക്ക് ഡേവിഡിന്റെ വീട്ടിലേക്ക് പോവാം. അത് ഏറ്റവും സുഖം. വണ്ടി എടുക്കാം. ഓ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഉമ്മച്ചൻ വിചാരിച്ചാലും ചിലതെല്ലാം നടക്കണ്ടേക്ക്. നടന്നാ ഉമ്മച്ചന് കൊള്ളാം. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, MC പോളിന്റെ മൂത്ത മോൻ. ഞാൻ കൈവരിൽ നിന്ന് വിളിച്ച ചെറുക്കൻ തൊടലും പൊട്ടിഞ്ഞ് വരും. വിളിക്കണ്ട, ട്രെയിനർ ഇല്ലാതെ വളർന്ന ഡോബർമാനാ. ഞാനൊരു തുമ്പും കൊണ്ടാ വന്നിരിക്കുന്നത് എന്ന് വെച്ച ഒരു ഇൻഫർമേഷൻ അതി പിടിച്ച് DK കേറിക്കോണം. ഞാൻ പറയണോ, ബെന്നിച്ചന്റെ കൊലപാതകവുമായി ഒരു തടവ് പുള്ളിക്ക് ബന്ധമുണ്ടെന്നൊരു സൂചന. എന്ന് വെച്ചാൽ പൂജപ്പുരയിൽ നിന്നും പരോളിൽ ഇറങ്ങിയ ഒരുത്തൻ തിരിച്ച് ജയിലിൽ കയറുന്നതിന് മുമ്പ് നടത്തിയ ഇടപാടായത്. അവനെ ആരിറക്കി, ആര് പറഞ്ഞിട്ടാ ഇടപെട്ടത് എന്നൊന്നും എനിക്കറിയാൻ മേല. സുഖോ, എന്നാ ചെയ്യാ? എടാ, നീ അന്നൊരുത്തന്റെ കാര്യം പറഞ്ഞില്ലേ, പരോള് തീരുന്ന മുൻപ് ജയിലിലോട്ട് പോയെ.
എടാ അപ്പൻ ഏതാണ്ട് മരുന്ന് കൊടുക്കാണെന്ന് പറഞ്ഞ് നീ അവന്റെ വീട്ടിൽ പോയി. ആഹാ ചുണ്ടൻ ബൈജു. ബൈജു കെയർ ഓഫ് പൂജപ്പുര സെൻട്രൽ ജയിൽ. ഒരു ഊഹവാ, എന്നാലും സുഖമാണോടാ? ആ അപ്പനും മോനും കൂടെ ഒരു ഇൻഫോർമൽ മീറ്റിംഗിന് ചാൻസ് ഉണ്ടാക്കാം. രാജീവൻ സാറ്, ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട്. വരൂ, തുറക്കണു. വാ. ദേ, അവനാ നീ അന്വേഷിച്ച ആള്. ഇവനാന്നോ ചുണ്ടൻ ബൈജു? അതെ. ഇത്തവണ പരോള് കഴിഞ്ഞ് വരുമ്പോ എന്തോ കാര്യമായ കോൾ ഒത്തിട്ടുണ്ട് ഇവന് എന്നൊരു സംസാരം ഇവിടെ ഉണ്ട്. ഇവനൊന്ന് പുറത്തു കിട്ടണമല്ലോ. ഇനിയൊരു പരോൾ അനുവദിച്ചു കിട്ടാൻ മിനിമം 1 വർഷം എടുക്കത്തില്ലയോ? എപ്പോ വേണേലും പരോൾ കൊടുക്കാൻ പവറുള്ള ഒരാളുണ്ടല്ലോ, മുഖ്യമന്ത്രി. ആ വഴിക്കൊന്ന് നോക്കാം. ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രിയാ ഞാനെന്ന് സ്വാമിക്കറിയാലോ. എല്ലാം അറിയാം. ഒരു കാര്യത്തിനും തന്നെ വന്നു കണ്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോ എന്തോന്ന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട്? ഇതും കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ പിന്നെ ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്. കൊടുക്കൂ. അതെ പറയൂ. ഔട്ട് ഓഫ് ദ വേ തന്നെയാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ശരി, ഞാനുടനെ ഫാക്സ് ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു. വിളിച്ചത് ജയിൽ സൂപ്രണ്ടാ. അത് നടന്നു കഴിഞ്ഞു സ്വാമി. താങ്ക് യു. ഒരു പരോള് കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്താടോ CM-ന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്തല്ലേ? എന്നാ പറയാനാ സാറേ, അകത്തോട്ട് കയറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ട് നിങ്ങൾ തന്നെയല്ലയോ? ചെല്ല്. അളിയാ, അളിയാ കോട്ടയത്തിനാണെങ്കിൽ കേറിക്കോ. എപ്പ കയറിയെന്ന് ചോദിച്ചാ മതി. വാ. നീ എന്നതാ ഇവിടെ? ഇച്ചായന്റെ അപ്പച്ചന് മരുന്ന് കൊണ്ടുവന്നാ. ഇച്ചായി വെറുതെ കൈമരക്കടത്തിന് കേസാ. ഒന്ന് വായ തുറന്ന് കരയണ പോലില്ല പുല്ലൻ. ഇവൻ കരയുന്നത് നിനക്ക് കേൾക്കണം. ആരാ? പ്ലംബറാണേട്ടാ. വിളിച്ചായിരുന്നു. നിന്നേക്ക് എത്ര തവണ വിളിക്കണം? ആ മേലത്തെ മുറിയിലെങ്കിലും വെള്ളം വരുന്നില്ല. ഈ ബെന്നി കുഞ്ഞിന്റെ 100 ഈത്തവിളി കേട്ട് നിൽക്കുവാ ഞാൻ. എളുപ്പം ഞാൻ നന്നാക്ക്. ശരി ഏട്ടാ. പെട്ടെന്നാട്ടെ. ഈ കുഞ്ഞ് മീഡിയ എന്ന് പറയുമ്പോ അവിടെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലർ കാണുമല്ലോ. അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു. പിന്നെ അവര് കൺവിൻസ്ഡ് ആയിട്ട് തന്നെ പോയത്. പറഞ്ഞ പോലെ ഒക്കെ വരികയും ചെയ്യും, TV-യിലും നാളത്തെ പത്രത്തിലും ഒക്കെ. അപ്പൊ കൂടെ ഉണ്ടാവണം ബൈ ഇലക്ഷൻ കഴിയുന്നവരെ. ശരി. ഇവിടെ വാടാ. ഈ കൊട്ടേഷൻ നിനക്ക് ആര് തന്നു?
ഐ കാൺ ബിലീവ് ദിസ്. കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തിയെ ചോരപ്പാടനൊന്ന് FIR റിപ്പോർട്ടിൽ നിന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ ഗെയിം. പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങേരാണെന്ന് വിചാരിച്ചില്ല. ഈ പോൾ സാറിന്റെ ചെറുക്കനുമായിട്ട് ഇയാൾക്ക് എന്നാ പ്രശ്നം? ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് കാണണമെന്നില്ല, ഒരു മിഡിൽ മാന്റെ വേഷം. മറ്റാർക്കോ വേണ്ടി കൊലപാതകയെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ. പണത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെയോ പേര്. ഇനി എങ്ങനെ അയാളുടെ കൂടെ എടുത്ത് സ്മാള് കഴിക്കുന്നേ? ഇപ്പോഴോർക്കുമ്പോഴാ പുതുപ്പള്ളി ഭാഗത്തൊരു തോട്ടം റബ്ബറാ ഈ രാജഗോപാലം മേടിച്ചെന്നൊരു ന്യൂസ് കേട്ടായിരുന്നു. തോട്ടം എന്ന് പറഞ്ഞാ എത്ര? കേട്ടറി വന്നേ ഒരു 10-25 ഏക്കർ കാണും. അതിനുള്ള കാശൊക്കെ കുഞ്ഞഞ്ച അതൊന്നും അറിയണമല്ലോ, എന്നാ വിലയ്ക്ക് ആരുടെ എന്നാന്നൊക്കെ. അതേറ്റു. ഡേവിഡേ, ഓ, ജയിലിൽ വെച്ച് ആനയെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ജയിൽ വാർഡന്റെ എക്സ്പ്ലനേഷൻ എന്നതായിരുന്നു? എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. സാറ് പറയുന്നത് അതൊരു മർഡർ അറ്റംപ്റ്റ് ആവാം. There is a chance. യെസ്. ആ മുടിഞ്ഞ വക്കീലിന്റെ വായിക്കരിയുടെ എന്നാ കൊടുക്കേണ്ടി വരും ആർക്കറിയാം. ഏതായാലും ജാമ്യം കിട്ടിയല്ലോ. നീ കണ്ണി കണ്ടിടത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ കളയണ്ട. ഏയ് ആ പേപ്പറൊക്കെ ഇല്ലേ നോക്ക്. ഇല്ല, ഇതിനകത്തുണ്ടെന്ന്. ഒന്ന് തിളക്കം വെച്ചിട്ടുണ്ട്. കുറച്ചാൾ അകത്ത് കിടന്നതിന്റെ ആയിരിക്കും. ഓ പതുക്കെ വെപ്പുവല് തെറിച്ച് താഴെ പോവും. എന്നാ പോവല്ലേ? എവിടേക്കാ പോവല്ലേ എന്ന്? പോലീസ് പിടിച്ചെടുക്കുമ്പോഴും കോടതി ജയിലും നിരങ്ങുമ്പോഴേ ഒരുത്തരെയും കാണില്ല 10 പൈസ ഒന്ന് സഹായിക്കാൻ. ഇന്നാടി ഇപ്പൊ പോവല്ലേ? ഞാൻ വരാം. ശരി. ഏതവനാടാ ഈ സമയത്ത്? എടോ പന്നം പിള്ള എത്താൻ ജയിലിനകത്ത് കൊട്ടേഷൻ ബിസിനസ് നടത്തുവാ. എന്നതാ ദാണ്ട ദേഹത്തോട്ട് കളിച്ചാലുണ്ടല്ലോ, താൻ ആരുവാ? അയ്യോ, ഇവിടെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ല അല്ലയോടാ? നിന്റെ വനിതാ ജയിലിലെ ഭരണം ഇന്നത്തോടെ തീരുവാ. തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം അറേഞ്ച് ചെയ്യുന്നു. ആയുസ് ഒടുങ്ങുന്നവരെ നീ സെൻട്രൽ ജയിലിനകത്താണ്. എന്റെ പൊന്ന് ഡേവിഡ്, അപ്പൊ നിനക്ക് എന്നെ അറിയാം. ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത്? ഒരബദ്ധം പറ്റിയതാന്നേ. എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം. എന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടണം. പിള്ളേര് 4, ഒന്നുപോലും പച്ച പിടിച്ചിട്ടില്ല. പാവാ പ്രാരാബ്ധകാരനാ. പുള്ളിയെ വിട്ടേക്കാം. പുള്ളിക്കാരൻ ബൈനാക്കോഴ്സിലൂടെ പെണ്ണുങ്ങളെ കുളി നനേക്കാണ്ട് ജീവിച്ചോട്ടെ. എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ. പൊന്നണ്ണന്മാരെ, എന്നെ ഇനി തല്ലല്ലേ.